കഴിഞ്ഞ 10-20 വർഷമായുള്ള സുഹൃത്ത് ബന്ധമാണ് നിഷാന്ത് നമ്പ്യാരുമായിട്ട്. കൂത്തുപറമ്പിനടുത്തുള്ള പ്രശസ്തമായ കൈതേരിയിടം ക്ഷേത്ര കുടുംബാംഗമാണ് നിഷാന്ത്ജി. ഒരുപാട് പ്രാവശ്യം എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നുവെങ്കിലും പോകാനുള്ള ഭാഗ്യമുണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. കോട്ടയം തമ്പുരാന്റെ പത്നി മാക്കത്തിന്റെ തറവാടാണ് കൈതേരി. പഴശ്ശിരാജ സിനിമയിൽ മാക്കത്തിന്റെ വീട്ടിൽ പഴശ്ശി എത്തുമ്പോൾ ബ്രിട്ടീഷുകാർ ആക്രമിക്കുന്ന ഒരു രംഗമില്ലേ, ആ രംഗം യാഥാർത്ഥ്യമായി നടന്ന തറവാടാണ് കൈതേരി. മാക്കത്തിന്റെ ബുദ്ധിപരമായ ഇടപെടലിലൂടെ രാജാവ് രക്ഷപ്പെട്ട് വയനാട്ടിലേക്ക് പോയി എങ്കിലും ആ തറവാടിനെ വെള്ളക്കാർ ഇടിച്ചു തകർത്തു കളഞ്ഞായിരുന്നു. അവിടെയുള്ള സ്വത്തുക്കൾ മുഴുവൻ കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു. അന്ന് അവിടുത്തെ ഒരമ്മ തറവാട്ടിലെ പടിഞ്ഞാറ്റയിൽ നിന്നും ബ്രിട്ടീഷുകാർ കാണാതെ ഒരു വിളക്കെടുത്തൊളിപ്പിച്ചിരുന്നു. ആ വിളക്ക് ഇന്നും തറവാടിന്റെ സ്ഥാനത്ത് ഈ അടുത്ത കാലത്തായി പുതുക്കിപ്പെടുന്ന വീടിന്റെ മുന്നിൽ തറവാട്ടിലെ ഭഗവതി സങ്കല്പത്തിന് മുന്നിൽ നിറഞ്ഞു കത്തുന്നുണ്ട്. പഴയ പ്രഭാവമുള്ള ആ വലിയ തറവാടിനെ ഇല്ലാണ്ടാക്കിയിരുന്നുവെങ്കിലും ആ സ്ഥാനത്ത് ഈ അടുത്ത കാലത്ത് വരെ ഒരു ചെറിയ നാലുകെട്ടുണ്ടായിരുന്നു. കാലപ്പഴക്കത്താൽ സംരക്ഷിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് പുതിയ നിർമ്മാണം ആവശ്യമായി വന്നത്. കെട്ടിടങ്ങൾക്ക് മാറ്റം വന്നുവെങ്കിലും ക്ഷേത്ര സങ്കല്പങ്ങൾക്കോ ആചാരങ്ങൾക്കോ ഒരു മാറ്റവും പഴയതിൽ നിന്നും വന്നിട്ടേയില്ല. ഒരേ ശ്രീകോവിലിൽ 2 ഭഗവതി സങ്കല്പങ്ങളാണ് ഇവിടെ. യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്ന പോർക്കലി ഭഗവതിയും യുദ്ധം ജയിച്ച വലിയ ഭഗവതിയും. ഒന്ന് ഉഗ്രരൂപിണിയുടെ ഭാവമാണ് എങ്കിൽ മറ്റൊന്ന് ശാന്തസ്വരൂപിണിയാണ് എന്നർത്ഥം. അമ്മയും മകളുമായുള്ള ഭാവം. ഒരുപക്ഷെ ത്രിപുരസുന്ദരിയുടെയും ബാലാ ത്രിപുരസുന്ദരിയുടെയും മറ്റൊരു ഭാവത്തിലുള്ള സങ്കല്പമായിരിക്കാം ഇത്. ക്ഷേത്രത്തിന്റെ വിപരീത വശത്തായുള്ള കാവിലാണ് അമ്മയുടെ ആരൂഢമിരിക്കുന്ന കലശത്തറ ഉള്ളത്. കലശം കെട്ടുന്നതും കുളിച്ചെഴുന്നള്ളത്ത് നടത്തുന്നതും ഇവിടെയാണ്. അരയാലും കാഞ്ഞരവും ചെമ്പകവുമൊക്കെയുള്ള ഒരു ചെറിയ കാവ്. സ്ത്രീകൾ ഈ കാവിൽ പ്രവേശിക്കുന്നത് അനുചിതമാണ് എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന്റെ ഈശാന കോണിലായി നാമത്ത് പറമ്പിൽ നാഗസങ്കല്പവുമുണ്ട്. നാഗദേവതകളോടൊപ്പം നാഗഗുളികനും ഇവിടെയുണ്ട് എന്നതും വിശേഷതയാണ്. ഒരേ സമയം കൗള വൈദിക മാർഗത്തിൽ പൂജ നടക്കുന്ന വിശേഷ സങ്കല്പം. ഒരുപക്ഷെ നിത്യാരാധനയ്ക്ക് വേണ്ടി പിന്നീടുണ്ടാക്കിയതാകാം ക്ഷേത്രം. ഇവിടെ വേട്ടക്കുരുമകൻ ഭഗവാന്റെ സങ്കല്പവുമുണ്ട്. പ്രതിഷ്ഠയില്ല എങ്കിലും കോലം കെട്ടി ആരാധനയുണ്ട്. ഒപ്പം ക്ഷേത്രമുറ്റത്തുള്ള വെള്ളാട്ടക്കല്ല് വേട്ടക്കുരുമകന്റേതാണ്. വേട്ടക്കുരുമകനാണ് നായർ സമുദായത്തിന്റെ കുലദേവത. പ്രധാനപ്പെട്ട നായർ തറവാടുകളിൽ വേട്ടക്കുരുമകൻ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു അത്രേ. ചിലയിടത്തെങ്കിലും ഇപ്പോഴും ഉണ്ട് താനും. ഉർപ്പശി ദൈവത്താറും ഇവിടെയുണ്ട്. തോറ്റത്തിലും തെയ്യത്തിലും ആദ്യം വരുന്നത് വേട്ടക്കുരുമകനും ദൈവത്താറുമാണ്. അഭിമാനപ്രഭുവും ഐശ്വര്യപ്രഭുവുമായാണ് വേട്ടക്കുരുമകനും ഉർപ്പശി ദൈവത്താറും അറിയപ്പെടുന്നത്. ഐശ്വര്യത്തെയും അഭിമാനത്തെയും ദൈവതുല്യം കാണുന്നു എന്നതും എടുത്തു പറയേണ്ട വിശേഷത തന്നെയാണ്. ഐശ്വര്യത്തിനു വേണ്ടി അഭിമാനത്തെയും അഭിമാനത്തിനു വേണ്ടി ഐശ്വര്യത്തെയും വിടില്ല എന്ന ഒരു വിശേഷണം കൂടി കാണാം പൊതുവെ. ഈ ദേവതകളിൽ ഒരാൾക്ക് 2 കിട്ടിയാൽ അതിലൊന്ന് മറ്റേയാൾക്ക്, അഥവാ ഒന്നാണ് കിട്ടിയതെങ്കിൽ അതിൽ പകുതി മറ്റേയാൾക്ക് എന്നാണ് വചനം. 2 കിട്ടിയാൽ 1 കിട്ടിയാൽ പകുതി എന്നാണ് തോറ്റത്തിൽ പറയുക. വേട്ടക്കുരുമകന് ശൈവാരാധനയും ഉർപ്പശി ദൈവത്താറിന് വൈഷ്ണവാരാധനയുമാണ്. പറഞ്ഞു വരുമ്പോ കൈതേരിയിടത്തിൽ ശൈവ വൈഷ്ണവ ശാക്തേയ ആരാധനകളുടെ സമന്വയം കാണാൻ കഴിയും എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ലോകനാർക്കാവിലും കാണാം ഇതേപോലെ ശാക്തേയ ശൈവ വൈഷ്ണവ പ്രതിഷ്ഠകൾ. അവിടെ പ്രത്യേകമായി ക്ഷേത്രങ്ങൾ ഉണ്ട് എന്ന വ്യത്യാസം മാത്രം. കൈതേരിയിടത്തെ കാവ് നിൽക്കുന്നത് ഊരാളന്മാരായ നമ്പ്യാരുടെ പറമ്പിലാണ്. എന്നാൽ നിത്യം വിളക്ക് വയ്ക്കാനുള്ള അവകാശം സമീപത്തെ തീയർക്കാണ്. ഗുളികൻ തറയിൽ പൂജയ്ക്കുള്ള അവകാശം മലയർ സമുദായത്തിനാണ്. ഭഗവതിയുടെ കോലം കെട്ടാനുള്ള അവകാശം വണ്ണാൻ സമുദായത്തിനാണ്. അങ്ങനെ കൊട്ടിയൂരിലെ പോലെ തന്നെ എല്ലാ സമുദായങ്ങൾക്കും അവകാശമുള്ള ഒരു മനോഹരമായ ക്ഷേത്രവും ഗ്രാമവും. അങ്ങനെ അവകാശങ്ങളുള്ള സ്ഥാനീയർക്ക് സ്ഥലം നൽകി ക്ഷേത്രത്തിന്റെ അടുത്തായി താമസിപ്പിച്ചിരുന്നു. കലശപ്പറമ്പ്, മലയപ്പറമ്പ്, വണ്ണാൻ പറമ്പ്, മാരാൻ പറമ്പ്, വണ്ണത്താൻ പറമ്പ്, അങ്ങനെ സ്ഥാനീയക്കാരുടെ പേരിൽ സ്ഥലങ്ങളും അറിയപ്പെടുന്നു. എടം എന്ന് പറഞ്ഞാൽ നാടുവാഴികളുടെ അല്ലെങ്കിൽ രാജഭരണത്തിന്റെ അവകാശമുള്ളവരുടെ തറവാടുകൾ എന്നാണത്രേ അന്നത്തെ കാലത്തെ അർത്ഥം. അങ്ങനെയാണ് കൈതേരിയിടം എന്ന പേര് വന്നത്. യുദ്ധം ജയിച്ച് വാളിന്മേൽ നീർ പകർന്ന് കയ്യരികിൽ നിന്ന് കൈനീർ വാങ്ങിയവർ എന്നർത്ഥത്തിലാണ് കൈതേരി എന്ന കുലപ്പേരുണ്ടായത്. കോട്ടയം രാജവംശത്തിന്റെ പടനായകരായിരുന്നു കൈതേരിയിടത്തുകാർ. വയനാട്ടിലെ വനദുർഗയായി വസിക്കുന്ന ശ്രീ പോർക്കലിക്കാവിലമ്മ തറവാട്ടിലെ കാരണവർക്ക് സ്വപ്നത്തിൽ ദർശനം നൽകിയത്രേ. പിന്നീട് പ്രശ്നവശാൽ അവിടെ ക്ഷേത്രം വേണമെന്ന് തെളിയുകയും ചെയ്തു. കാരണവർക്ക് ബിംബമായും കോലമായും അമ്മ ദർശനം നൽകി. അങ്ങനെയാണ് വൈദിക രീതിയിലുള്ള ആരാധനയും തെയ്യവും ഒരേപോലെ ഒരിടത്തു തന്നെ വന്നത്. ചോറ്റാനിക്കരയിലും മറ്റും
പല മഹാക്ഷേത്രങ്ങളിലും കാണുന്നത് പോലെ മേൽക്കാവ് കീഴ്ക്കാവ് എന്ന രീതിയിലുള്ള സങ്കല്പവും ഇതുതന്നെയാണ്. ഇങ്ങനെ രണ്ടും ഒരുമിച്ച് വരുന്ന ക്ഷേത്രങ്ങൾ വളരെ വിരളമാണ് എന്നതും കൈതേരിയിടത്തിന്റെ മഹിമ വിളിച്ചോതുന്നു. കുംഭം 6, 7, 8 തീയതികളിലാണ് ഉത്സവം. വയനാട് പോർക്കലി ദേവി ആയതുകൊണ്ട് തന്നെ കൊട്ടിയൂർ ക്ഷേത്രവുമായും കൈതേരിയിടത്തിന് വലിയ ബന്ധമുണ്ട്. അമ്മ കൊട്ടിയൂർ വാവലിപ്പുഴ കടന്ന് മണത്തണ ചപ്പാരം വഴിയാണ് കൈതേരിയിടത്തിൽ എത്തിയത് എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ കൈതേരിയിടം നെയ്യമൃത് മഠം കൂടിയാണ്. നൂറ്റാണ്ടുകളായി നെയ്യമൃതുമായി പെരുമാൾക്ക് അഭിഷേകം ചെയ്യാൻ മഠത്തിൽ ചേർന്ന് കഠിനവ്രതം നോറ്റ് കുടുംബാംഗങ്ങളും ഭക്തരും പോകാറുണ്ട് മുടങ്ങാതെ. കഴിഞ്ഞ ദിവസം കൈതേരിയിടത്തെ കാവിൽ പോയപ്പോ വൈകിട്ട് കത്തിച്ചു വെച്ച തിരി ഞങ്ങൾ കൊട്ടിയൂരിൽ പോയി തിരിച്ചു വന്നപ്പോഴും, അതായത് പിറ്റേന്ന് രാവിലെ 5 മണിക്കും തെളിഞ്ഞു കത്തി നിൽക്കുന്നത് കണ്ടപ്പോ സത്യത്തിൽ ആരോടും പറഞ്ഞില്ല എങ്കിലും എനിക്ക് അത്ഭുതമാണ് ഉണ്ടായത്. അമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതും അങ്ങനെ അനുഭവങ്ങൾ ഉള്ളതുമായി ഒരുപാട് കഥകൾ പറയാനുണ്ട് തറവാട്ടുകാർക്കും നാട്ടുകാർക്കും. ഇന്നത്തെ തറവാട്ടു കാരണവരും ട്രസ്റ്റി ബോർഡ് ചെയർമാനുമായ കെ ഇ ജയരാജൻ നമ്പ്യാർ ഒരിക്കൽ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് നേരം പുലരുന്നതിന് മുമ്പ് ആരുമറിയാതെ ക്ഷേത്രമുറ്റത്തെ മാവിൻ ചുവട്ടിൽ മാങ്ങ പെറുക്കാൻ പോയപ്പോ അമ്മയെ നേരിട്ട് കണ്ടുവത്രേ. ഇതറിഞ്ഞ അദ്ദേഹത്തിന്റെ അച്ഛമ്മ അമ്പലനടയിൽ വന്ന് ചെറിയ കുട്ടിയല്ലേ, അവനോട് അനിഷ്ടമൊന്നും തോന്നരുതേ എന്നും അമ്മയോട് പറഞ്ഞുവത്രേ. നോക്കൂ, ഇങ്ങനെയായിരുന്നു ഈ അടുത്ത കാലത്തുവരെ കുലദേവതയോടും കുടുംബദേവതയോടുമൊക്കെ നേരിട്ട് സംസാരിക്കാൻ തക്ക സാധകരായിരുന്നു തറവാട്ടിലെ അംഗങ്ങൾ. ബ്രിട്ടീഷുകാർ കൈതേരിയിടം തറവാട് ആക്രമിച്ച് തീവച്ചു നശിപ്പിച്ചപ്പോൾ കൈതേരി മാക്കത്തിന് പൊള്ളലേറ്റു അത്രേ. തീപ്പൊള്ളലേറ്റ ആ അമ്മ എരുവനാട്ടെ ചന്ദ്രോത്ത് തറവാട്ടിൽ കഴിഞ്ഞിരുന്ന സമയത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന പഴശ്ശി തമ്പുരാൻ വേഷം മാറി മാക്കത്തെ കാണാൻ വരികയും മാക്കത്തിന് ഓലയിൽ ഒരു കവിത എഴുതി കൊടുക്കുകയും ചെയ്തു അത്രേ. ആ ഓലയും കവിതയും ചരിത്രത്തിന്റെ ഭാഗമായി മാറുമെന്ന് പഴശ്ശി രാജാവോ കൈതേരി മാക്കമെന്ന ആ അമ്മയോ ചിന്തിച്ചിട്ടേ ഉണ്ടാകില്ല. അല്ലെങ്കിലും ധീരന്മാർ തങ്ങൾ ചെയ്യുന്നത് ചരിത്രമാകണം എന്ന് ചിന്തിച്ചിട്ടല്ല, മറിച്ച് അവർ ചെയ്യുന്നത് ചരിത്രമായി മാറുകയാണ് പതിവ് എന്നും ഓലയിൽ പഴശ്ശി തമ്പുരാൻ എഴുതിയ ആ കവിത ഇതായിരുന്നു: ജാതി ജാതാനുകമ്പാഭവ ശരണമയേ മല്ലികേ ശരണമയേ മല്ലികേ കൂപ്പുകൈതേ കൈതേ കൈതേരി മാക്കും കബരീലണിവ കൈയുയർത്തും ദശായ ഏതാനേതാ മദീനാനനൽ ശരപരിതാപോദയ ആശുനീതാ നീതാ നീതാനുണന്നീടുക ചടുലകയറ